ഹലോ, നമുക്കിന്നൊന്ന് ഡിന്നർ കുക്ക് ചെയ്താലോ? ഇന്നിപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശയും ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനുള്ള വെജിറ്റബിൾസൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കോവയ്ക്ക് കഴുകണം നിങ്ങൾ വിചാരിക്കരുത് ചിക്കനിലിടാനാണ്. ഇത് നാളത്തെ ലഞ്ചിന് വേണ്ടി ഇത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ്. കുറച്ച് ചിക്കനേ ഉള്ളൂ. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എണ്ണയുമില്ല, ദോശയ്ക്ക് മാവുമില്ല. പിന്നെ ഞാനതിങ്ങനെ ഓർഡർ കൊടുത്തിട്ട് ബാക്കി കട്ട് ചെയ്യാൻ വേണ്ടി കയറിയപ്പോഴേക്കും ബിജുവിൻ്റെ കോള് വന്നു. വേറൊന്നുമല്ല, പുള്ളി ഒരു സന്തോഷ വാർത്ത പങ്കുവച്ചു. ഇന്നിപ്പോൾ ഡിന്നർ കുക്ക് ചെയ്യേണ്ട, നമുക്കെന്തായാലും പുറത്തുനിന്ന് കഴിക്കാം, ഞാൻ വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്. പക്ഷേ ഓൾറെഡി ഞാൻ ഈ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു, ഓർഡർ ഡെലിവേർഡുമായി. അതെന്തായാലും കുഴപ്പമില്ല. പിന്നെ ആൾ വന്നു, സാധനം കൈപ്പറ്റി ഞാൻ ആളുടെ കയ്യിൽ നിന്ന്. അങ്ങനെ ആൾ നല്ല ടയേർഡാണ്. കാരണം വേറെ ഒന്നുമില്ല, പുറത്ത് നല്ല ചൂടാണ്, പുറത്തും ചൂടാണ്, അകത്തും ചൂടാണ്. അങ്ങനെ എന്തായാലും ഞാൻ മടി പിടിച്ചിരുന്നില്ല, ആ ചിക്കൻ കറി അങ്ങ് വെച്ചു. കാരണം വേറെ ഒന്നുമല്ല, അപ്പം നാളെ എനിക്ക് എണീറ്റ് കുക്ക് ചെയ്യണ്ടല്ലോ, ഇതങ്ങ് ചൂടാക്കി കൊണ്ടുപോയാൽ മതി. പിന്നെ ഫ്രഷ് ക്രീം ഉപയോഗിച്ച് ആദ്യമായിട്ടാണ് ഞാൻ ചിക്കൻ വയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കൊരു നല്ല ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഇത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. കാരണം അത്രയും നല്ല ടേസ്റ്റുമായിരുന്നു, നല്ല ക്രീമി ആയിരുന്നു കേട്ടോ. ഇനി നമ്മുടെ ഡിന്നർ വേറൊന്നുമല്ല, പുള്ളിക്കാരൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്താ, KFC. കുറേ നാളായി ഞങ്ങൾ KFC കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും ബിജു തന്നെയാണ് പറഞ്ഞത് നമുക്ക് KFC വാങ്ങിക്കാം. പിന്നെ ഇന്ന് വെനസ്ഡേ ഓഫറും ഉണ്ട്. അപ്പോൾ തുറന്നതും വായിന്നങ്ങ് വെള്ളം, ഇപ്പോഴും എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. നല്ല ടേസ്റ്റുമായിരുന്നു. അതിൽ നിന്നൊരു ബൈറ്റ് എടുത്ത് കഴിച്ചു. പിന്നെ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.